Hi students, it's me Anfas. I'm your new maths teacher. How are you all? Hope you all are doing well. Yeah, okay. For the past few months, we have been on the virtual platform. You may definitely have found the limitations that we face here. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു വിർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ ക്ലാസ്സുകളൊക്കെ കിട്ടുന്ന സമയത്ത് എല്ലാവരും നന്നായിട്ട് പഠിക്കണം. പല ആളുകളും എന്ത് ചെയ്യുന്നില്ല, വിർച്വൽ പ്ലാറ്റ്ഫോമല്ലേ ഇത് ഒഴിവാക്കിക്കൂടെ എന്നുള്ളൊരു രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം ഓൺലൈൻ ക്ലാസ്സൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് റേഞ്ചിൻ്റെ പ്രശ്നങ്ങളും വീഡിയോ കാണാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ടീച്ചേഴ്സിനാണെങ്കിൽ പോലും അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആ സമയത്തുണ്ട്, നിങ്ങൾക്കുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, അറിയാം. പക്ഷേ നമ്മൾ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് നിലവിൽ ഇങ്ങനെയല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ നന്നായിട്ട് ലേൺ ചെയ്യുക. സ്കൂൾ തുറക്കുമ്പോഴത്തേന് എല്ലാവരും നല്ല ഉഷാറായിട്ടിരിക്കണം. മാത്സിൻ്റെ കാര്യത്തിലൊക്കെ എല്ലാവരും നന്നായിട്ട് ഉഷാറാണ്. കാരണം മാത്സൊക്കെ നമുക്കറിയാം, ഒരു ക്ലാസ് റൂമിൽ ഒരു ബോർഡ് യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. കുട്ടികളെ അടുത്ത് വന്നിട്ടൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതിനൊക്കെ നമുക്ക് സ്കൂൾ തുറക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നിരുന്നാലും ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യാൻ കഴിയണം. നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. പഠനത്തിൻ്റെ സ്റ്റൈലൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മാറിയിട്ടൊക്കെ ഉണ്ട് ഈ ഒരു സമയത്ത് അല്ലേ. ഈ ഒരു ഡിസംബർ സമയമൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ പ്രോഗ്രാമുകളും മറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ബഹളത്തിൻ്റെ ഒരു സമയം കൂടിയൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. സാരമില്ല, ഒക്കെ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് റെഡി ആവട്ടെ എന്ന് നമുക്ക് എന്ത് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. എല്ലാവരും അതിനായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ മണി മാത്സ് ആണ്. മണി മാത്സിലെ സിമ്പിൾ ഇൻട്രസ്റ്റുകളെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാർ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാർ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് എടുത്തതാണ്. എന്താ സിമ്പിൾ ഇൻട്രസ്റ്റ്? I = PNR / 100. P പ്രിൻസിപ്പിൾ, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, N നമ്പർ ഓഫ് ഇയേഴ്സ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇനി അടുത്ത സെഷൻ വളരെ ഈസി ആയിട്ടുള്ളൊരു ഏരിയയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. മലയാളത്തിൽ കൂട്ടുപലിശ എന്നൊക്കെ പറയും. ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾക്ക് തന്ന ഒരു എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശ കാണുന്ന സമയത്ത് നമുക്ക് എന്തായാലും കിട്ടുക, എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ്. അത്രയേ ഉള്ളൂ. എമൗണ്ട് കൂടെ ആരും കൂടി കിട്ടും, ഇൻട്രസ്റ്റ് കൂടി കലരും. അത്രയേ ഉള്ളൂ എന്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള ഒരു ഇക്വേഷനാണ് P × 1 + R/100 N. ഇതിലെ P എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, പ്രിൻസിപ്പിളാണ്. നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ നമ്മൾ ലോണായിട്ട് എടുക്കുന്ന എമൗണ്ട് ഒക്കെയാണ് P എന്ന് പറഞ്ഞാൽ, മുതൽ എന്നൊക്കെ പറയും. R എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, റേറ്റാണ്. ഓക്കെ ആണല്ലോ. N എന്ന് പറഞ്ഞാലോ നമ്മൾ എന്താണ്, PNR / 100 N തന്നെയാണ്, നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പം PNRൽ നിങ്ങൾ പഠിച്ച അതേ സെയിം സാധനം തന്നെയാണ് നമ്മുടെ ഈ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലും. ഇക്വേഷൻ കൂടി പറയാം, P × 1 + R/100 N. ഓക്കെ ആണല്ലോ. ഇത് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. First question, Anas deposited 20,000 rupees in a bank which pays 6% interest compounded annually. How much would he get back after 3 years? What is the meaning of the problem? അനസ് എന്ന് പറയുന്ന ഒരാൾ ഒരു ബാങ്കിൽ 20,000 rupees 20,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. എത്ര ശതമാനമാണ് മക്കളെ ഇൻട്രസ്റ്റ്? 6% ആണ് ഇൻട്രസ്റ്റ്. എത്ര വർഷത്തേക്കാണ് പുള്ളി ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? 3 ഇയേഴ്സിനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3 വർഷം കഴിഞ്ഞാൽ നമ്മുടെ അനസിന് എത്ര രൂപ ബാങ്ക് കൊടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിലൊക്കെ ചെയ്തതുപോലെ തന്നെയാണ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാറുള്ളത്. എന്താണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ? P × 1 + R/100 N. What is P? Principal amount. R rate of interest. N number of years. നമുക്ക് എന്നാലും ഈ ഒരു അനസിൻ്റെ പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ അനസ് എത്ര രൂപയാണ് മക്കളെ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്? 20,000 rupees ആണ്. അങ്ങനെയാണെങ്കിൽ P = 20,000. P = 20,000. എന്നോ എത്ര വർഷത്തേക്കാണ് അനസ് ബാങ്കിലേക്ക് ആ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്? 3 ഇയേഴ്സിനല്ലേ. അപ്പോൾ N = 3 ആണ്. പിന്നെ ബാക്കിയുള്ള ആരാണ്? R പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് R? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എത്ര ശതമാനമാണ് ബാങ്ക് അനസിന് കൊടുക്കുന്ന ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ്?
6 അല്ലേ? ഓക്കെ, അപ്പോൾ 6% ആണ് അനസിന് ബാങ്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്. ക്ലിയർ ആണല്ലോ? ഈ 3 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തൂടെ? എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ? P into 1 plus R by 100 all raised to n. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ആണ്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പി എത്രയും നമുക്ക് തന്നിട്ടുണ്ട്? 20,000 ആണ്. അപ്പോൾ 20,000 ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്കറിയാം ഇൻറ്റു, ഓക്കെ, 1 പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 6% ആണ്. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ എന്താ ഉള്ളത്? 100 പിന്നെ എപ്പോഴും കോൺസ്റ്റന്റ് ആണ് അല്ലേ? ഓക്കെ, ഹോൾ റേസ് ടു n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അപ്പോൾ എത്രയാണ്? 3 കൊടുത്തു. ഇനി നമുക്ക് നേരെ സോൾവ് ചെയ്ത് പോരാം. 20,000 ബ്രാക്കറ്റ് ഓപ്പൺ ഇൻറ്റു നമുക്കറിയാം ഇവിടെ ഒരു ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു ഹോൾ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എങ്ങനെ ചെയ്യാൻ പറ്റുക? ഈ 1നോട് 6 ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതൊരു ഫ്രാക്ഷൻ ആണെങ്കിൽ ഈ നമ്പറിനെ നമ്മളൊരു ഫ്രാക്ഷൻ ആക്കി മാറ്റും. ഏതൊരു നമ്പറിൻ്റെ താഴെയും 1 ആഡ് ചെയ്ത് കൊടുത്താലല്ലേ അതൊരു നമ്പർ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം 2 എന്ന് പറയുന്ന നമ്പർ, ആ നമ്പറിൻ്റെ താഴെ എപ്പോഴും എന്തുണ്ടായിരിക്കും? ഡിനോമിനേറ്ററിൽ 1 ഹൈഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. നമുക്ക് എപ്പോഴാണോ ആവശ്യം, അതുപോലെ ഇങ്ങനത്തെ ഓരോ എന്ത് വരുമ്പോൾ പ്രോപ്പർട്ടീസ് വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴാണോ അത് ആവശ്യം ആ സമയത്ത് മാത്രം എന്ത് ചെയ്യുക? നമുക്ക് അതിനെടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഒരു ഫ്രാക്ഷൻ വന്നു. ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൂട്ടാൻ കഴിയുള്ളൂ. ഈ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഇതിനെ ആഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡിനോമിനേറ്ററിലേക്ക് ഒരു 1 കൊടുത്തു. അപ്പോൾ നോക്ക് മക്കളെ, ഇത് 2 ഫ്രാക്ഷൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 ഫ്രാക്ഷൻ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഡിനോമിനേറ്ററിലേക്ക് നോക്കണം അല്ലേ? ഡിനോമിനേറ്ററിൽ എന്താണ്? ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആണ്. ഡിഫറെൻറ്റ് നമ്പേഴ്സ് വന്നാൽ എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് ആണെങ്കിൽ അതിന് നമ്മൾ അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്നാണ് പറയാറ് അല്ലേ? 6 ടൈപ്സ് ഓഫ് ഫ്രാക്ഷനിലെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ആണ് അൺലൈക്ക് ഫ്രാക്ഷൻസ്. നമുക്കറിയുന്ന കാര്യങ്ങളാണ്, ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് വരുമ്പോൾ ഡിനോമിനേറ്റേഴ്സ് നമ്മൾ സെയിം ആക്കണം. അപ്പോൾ നമ്മളൊരു പ്രവർത്തനം നടത്തല്ലോ. എന്താണ് ആ പ്രോഗ്രാമിനെ വിളിക്കുന്ന പേര്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അതാണ് ഇവിടെ സാറ് നടത്താൻ പോണത്. ഓക്കെ ആണല്ലോ? ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് ആയി 1 × 100 എന്ന് പറഞ്ഞാൽ എന്താണ്? 100. 1 × 100 is equal to 100. എന്താണ് ഇവിടെ വന്ന സിമ്പിൾ? പ്ലസ് കൊടുത്തു. 1 × 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ഹോൾ ഡിവൈഡഡ് ബൈ 1 × 100 is equal to 100 ആണ്. ഹോൾ റേസ് ടു 3 ഉണ്ട്. അത് കൊടുത്തു. റെഡിയാണോ? സോ 20,000 ഇവിടെ 20,000 2,000 എന്നാണ് സാറ് കൊടുത്തത്. 20,000 ഒരു 0 കൂടി ഇട്ട് കൊടുക്കണം. 20,000 ഇൻറ്റു 100 + 6 എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് വരും? 100 + 6 എന്ന് പറഞ്ഞാൽ 106. 106 ആയി ഡിവൈഡഡ് ബൈ 100 ഹോൾ റേസ് ടു 3. റെഡി? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വരിക? നമുക്കറിയാം 106 ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ 3 ടൈംസ് ഇൻറ്റു ചെയ്തതാണ്. 3 ടൈംസ് 106നെ 100 കൊണ്ട് ഇൻറ്റു ചെയ്തതെന്നാണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എങ്ങനെ മാറ്റി ചെയ്താ? ഇതിൽ കൂടെ 20,000 ഇൻറ്റു 106 divided by 100 into 106 divided by 100 into 106 divided by 100 എന്ന് കൊടുത്തൂടെ? എന്ന് കൊടുക്കാൻ പറ്റൂലേ? 3 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ഫ്രാക്ഷനെ എന്ത് ചെയ്തു? ഇൻറ്റു ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇതിനെ 3 കൊണ്ട് ചെയ്യണം എന്നാണോ? അല്ല, ഈ ഒരു ഫ്രാക്ഷനെ 3 ടൈംസ് ഇൻറ്റു ചെയ്യണം. റെഡി ആണല്ലോ? 10² എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറ്? 10 × 10 × 10. 10 ക്യൂബ് എന്ന് പറഞ്ഞാലോ 10 × 10 × 10. 10⁻⁴ എന്ന് പറഞ്ഞാലോ 10 × 10 × 10 × 10. എന്താണോ പവറിൽ വരുന്നത് അതിന് അത്രയും ടൈംസ് ഇൻറ്റു ചെയ്ത് കൊടുക്കണം. ഓക്കെ ആണല്ലോ? സോ 2000. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് വെട്ടിയൊക്കെ പോക്കാം അല്ലേ? ഇവിടെ എത്ര 0 ഉണ്ട്? 1 2 3 4. നമുക്ക് 1 2 3 4 എത്ര 0 ഉണ്ടോ അത്രയും 0 നമുക്ക് വെട്ടിപ്പോക്കാം. വെട്ടിപ്പോക്കുക എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക എന്നാണ് മീനിങ്. റെഡി ആണല്ലോ? അറിയാം. ബാക്കി ഇവിടെ ആരുണ്ട്? 2 × 106 into 106 into 106 whole divided by 100. Whole divided by 100 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? ഇതിനെന്ത് ചെയ്യുന്നത്? ഇൻറ്റു ചെയ്ത് നോക്കാം. 2 × 106 ഇൻറ്റു ആ കിട്ടുന്ന ആൻസർ വീണ്ടും 106 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ആ കിട്ടുന്ന ആൻസർ വീണ്ടും എന്ത് ചെയ്യുക? 106 കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 2 ഇൻറ്റു കാൽക്കുലേറ്റ്. നിങ്ങൾ എന്ത് ചെയ്യുക? സൈഡിൽ ഇൻറ്റു വെക്കണം. സാർക്ക് ഇവിടെ സമയമില്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്ത് ഇൻറ്റു ചെയ്ത്. നിങ്ങൾ ഇപ്പം തന്നെ പേപ്പറിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2382032 എന്നായിരിക്കും ആൻസർ വരിക. ഓക്കെ ആണല്ലോ? ഡിവൈഡഡ് ബൈ ആരുണ്ട് മക്കളെ? 100 ഉണ്ട്. ഡിവൈഡ് ബൈ 100 ഉണ്ട്. ഇപ്പം നമ്മൾ 2 × 106 × 106 × 106 is equal to നമുക്ക് എന്ത് ആൻസർ കിട്ടി?
വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, 1000, 10,000, lakh, 10 lakh. അപ്പോൾ എന്താ വായിക്കുക നമ്മൾ വേർഡ്സ് എന്ന് പറയും 23,82,032. റെഡി ആണല്ലോ? ഡിവൈഡഡ് ബൈ 100. ഇനി ഇതിനെ 100 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നോർമൽ മെത്തേഡ് നമുക്ക് ഇന്ത്യൻ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 10ന്റെ പവർ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? എത്ര സീറോ ഉണ്ട് 100ൽ? 2 0 ഉള്ളത് 1 2. 10ന്റെ രണ്ടാമത്തെ പവറാണ് അല്ലേ? അപ്പോൾ എന്താണ് 2 0 ആയതുകൊണ്ട് ഇവിടുന്ന് 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അതായത് ഈ ആൻസർ എഴുതി വെക്കുക 2382,032 എന്ന് കൊടുക്കുക. എന്നിട്ട് 2 0 ഉള്ളത് എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക? 2 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. ഇതായിരിക്കും എന്ത് മക്കളെ? അനസിന് 3 വർഷം കഴിയുമ്പോൾ അനസിന്റെ അക്കൗണ്ടിൽ ഉണ്ടാകുന്ന പൈസ. റെഡിയാണോ? അതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പം ഇവിടെ 0.32 അല്ലേ? അപ്പം 32 പൈസ 32 പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് ബാങ്ക് കൊടുക്കുമോ? ഇല്ല. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്തേക്കാം? 23,820 റുപ്പീസ് ആണ് 3 വർഷം കഴിഞ്ഞാൽ അനസിന് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന എമൗണ്ട്. റെഡി ആണല്ലോ? അപ്പോൾ അനസിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അനസ് എത്ര രൂപയാണ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് മക്കളെ? 20,000 റുപ്പീസ് ആണ്. എത്ര വർഷത്തേക്കാണ്? 3 ഇയേഴ്സിനാണ്. എത്രയാണ് അപ്പം ബാങ്ക് അനസിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്? 6% ആണ്. അപ്പം നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള P × 1 + R/100 all raised to n. അതിലേക്ക് നമ്മൾ സോൾവ് ചെയ്ത് ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 23,820.32 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതായത് അനസിന് 3 വർഷം കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്ന എമൗണ്ട് ആണ്. റെഡിയാണോ മക്കളെ? റെഡിയാണ്. ഓക്കെ. അനദർ എക്സാമ്പിൾ. Diya deposited 8,000 rupees in a bank which gives 10% interest compounded annually. After 2 years, she withdraw 5,000 rupees. After 1 more year, how much would she have in her account? What is the meaning of the problem? ക്വസ്റ്റ്യൻ പറയുന്നത് ദിയ എന്ന് പറയുന്ന ഒരാൾ ഒരു ബാങ്കിൽ 8,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യാണ്. ഇൻവെസ്റ്റ് എത്ര ശതമാനം ഇൻട്രസ്റ്റിനാണ് ദിയ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്? 10% ആണ് ഇൻട്രസ്റ്റ്. എത്ര വർഷത്തേക്കാണ്? നമ്പർ ഓഫ് ഇയേഴ്സ് ഈസ് ഈക്വൽ ടു 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ചെറിയൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. ദിയ എന്ത് ചെയ്തു? ബാങ്കിൽ അടച്ചു. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ബാങ്കിലൊക്കെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? നമ്മുടെ ആവശ്യത്തിന് പൈസ എടുക്കാൻ, പൈസ കടം ചോദിക്കാൻ ബാങ്കിനോട് അല്ലേ? നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാനാണ് നമ്മൾ ബാങ്കിൽ എന്ത് ചെയ്യുന്നത്? പൈസ കൊണ്ടേ നിക്ഷേപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ ദിയ ബാങ്കിൽ 8,000 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. 2 വർഷത്തേക്കാണ്. 10% ആണ് ദിയക്ക് ബാങ്ക് നൽകുന്ന ഇൻട്രസ്റ്റ്. 2 വർഷം കഴിഞ്ഞപ്പോൾ ദിയ എന്താ ചെയ്യുന്നത് മക്കളെ? അതിനൊരു 5,000 റുപ്പീസ് വിഡ്രോ ചെയ്തു. വിഡ്രോ ചെയ്യാൻ മീൻസ് പിൻവലിച്ചു. അക്കൗണ്ടിൽ നിന്ന് ഒരു 5,000 രൂപ ദിയക്ക് എന്തോ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ദിയ എന്ത് ചെയ്തു? അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ 5,000 രൂപ പിൻവലിച്ചു. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം, അതായത് 3-ാം വർഷം, 3rd ഇയർ ആവുന്ന സമയത്ത് ദിയയുടെ അക്കൗണ്ടിൽ എത്ര രൂപയാണ് ബാക്കി ഉണ്ടാവുക, ബാലൻസ് ഉണ്ടാവുക എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പം ദിയ എത്ര രൂപയാണ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്? 8,000 അല്ലേ? അങ്ങനെയാണെങ്കിൽ P is equal to 8,000 റുപ്പീസ് എന്ന് നമുക്ക് എഴുതിക്കൂടെ? എഴുതാൻ പറ്റും. എത്ര വർഷത്തേക്കാണ്? ഹൗ മെനി ഇയേഴ്സ്? N is equal to 2. N is equal to 2 ആണ്. എത്ര ശതമാനമാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? 10% ആണ്. R is equal to 10%. 10%. എന്തായിരുന്നു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ? P × 1 + R/100 all raised to n. ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ പോരെ? ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ദിയ 2 വർഷത്തേക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ആണ്. എമൗണ്ട് പ്ലസ് അതിൻ്റെ ഇൻട്രസ്റ്റുമാണ് നമുക്ക് എന്ത് ചെയ്യുക? കിട്ടുക. ദിയ അടച്ച എമൗണ്ട് പ്ലസ് അതിൻ്റെ ഇൻട്രസ്റ്റും കൂടി ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? ഇതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടുക. അതിന് ശേഷമാണ് ദിയ എന്ത് ചെയ്തിട്ടുള്ളത് മക്കളെ? 5,000 റുപ്പീസ് വിഡ്രോ ചെയ്തിട്ടുള്ളത്. ബാക്കി അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് 2 ഇയേഴ്സിന് 2 വർഷം കഴിഞ്ഞാൽ ദിയക്ക് എത്ര രൂപ എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് ആയിട്ട് ദിയക്ക് കിട്ടും. അതിൻ്റെ കൂടെ ടോട്ടൽ എമൗണ്ട് ദിയക്ക് എത്രയാണ് എന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. അപ്പം P എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8,000 റുപ്പീസ് ആണ് അല്ലേ? 8,000 റുപ്പീസ് ഇൻറ്റു 1 + R എത്രയാണ് മക്കളെ? 10 ആണ്. ഡിവൈഡഡ് ബൈ എന്താണ്? 100 ആണ്. ഹോൾ റേസ് ടു n മീൻസ് നമ്പർ ഓഫ് ഇയേഴ്സ് is equal to 2. Ready? Okay. 8,000 into
എന്ത് ചെയ്യുക, നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ഫ്രാക്ഷൻ ആക്കുക. 1 into 100 100 plus 1 into 10 10 divided by 1 into 100 100 whole raised to 2. Ready? So 8000 into 110 divided by 100 whole square. Ready? So 8000 into എങ്ങനെ ചെയ്യാം നമുക്ക്, 110 divided by 100 into 110 divided by 100. രണ്ട് ടേം ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് യൂസ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. റെഡി അല്ലേ? നമുക്ക് 0 ക്യാൻസൽ ചെയ്യാം. ഈ 0 ക്യാൻസൽ ചെയ്യാം. ഡിവൈഡ് ക്യാൻസൽ മീൻസ് ഡിവൈഡ് ആണ്, ഡിവിഷൻ ആണ് നടക്കുന്നത്. റെഡി ആണല്ലോ? വെറുതെ വെട്ടി ഒഴിവാക്കില്ല. ഓക്കെ. ഇനി ഈ 0. സോ 8 into ബാലൻസ് ഉള്ളത് എഴുതി കൊടുക്കുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 8 into 110 into 110 എത്രയായിരിക്കും? 8 into 110 into 110 എന്ന് പറഞ്ഞ ആൻസർ വരിക 9680. നിങ്ങൾ ഇൻറ്റു ചെയ്ത് നോക്കണം. 9680. ഇത് എന്ത് എമൗണ്ട് ആണ്? 2 വർഷം കഴിഞ്ഞാൽ ദിയയുടെ അക്കൗണ്ടിൽ ഉണ്ടാകുന്ന എമൗണ്ട് ആണ് 9680. റെഡിയാണോ? ഇത് കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? ദിയ കുറച്ച് പൈസ പിൻവലിച്ചിട്ടുണ്ട്, വിഡ്രോ ചെയ്തിട്ടുണ്ട്. എത്ര എമൗണ്ട് ആണ് ദിയ പിൻവലിച്ചിട്ടുള്ളത്? 5000 rupees അല്ലേ? അങ്ങനെയാണ് നമുക്ക് കൊടുത്തൂടെ? എമൗണ്ട് വിഡ്രോൺ എന്താണ്? വിഡ്രോൺ ഫോർ 2 years. വിഡ്രോൺ ആഫ്റ്റർ 2 years. എത്രയാണ് പിൻവലിച്ചിട്ടുള്ള എമൗണ്ട്? 5000 rupees അല്ലേ? 5000 rupees അല്ലേ ദിയ പിൻവലിച്ചിട്ടുള്ളത് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു, എമൗണ്ട് വിഡ്രോൺ ആഫ്റ്റർ 2 years, 2 വർഷം കഴിഞ്ഞപ്പോൾ ദിയ എന്ത് ചെയ്തു, 5000 rupees വിഡ്രോ ചെയ്തു, പിൻവലിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ എമൗണ്ടിൽ നിന്നുമാണ് ദിയ 5000 rupees വിഡ്രോ ചെയ്തതെങ്കിൽ ബാക്കി ദിയയുടെ അക്കൗണ്ടിൽ 3rd year സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര ഉണ്ടാവും മക്കളെ? നോക്ക്, ഇതിനാണ് കുറച്ച് കൊടുത്താൽ പോരെ. 9680 minus 5000 is equal to 4680 rupees. ഇതായിരിക്കും ദിയയുടെ അക്കൗണ്ടിൽ എന്തുണ്ടാവുക? 3rd year സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദിയയുടെ അക്കൗണ്ടിൽ ഉണ്ടാകുന്ന എമൗണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി 3 വർഷം കഴിയുമ്പോൾ ദിയയുടെ അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ഉണ്ടാകും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇൻട്രസ്റ്റ് ഫോർ ദ 3rd year അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇനി ഇൻട്രസ്റ്റ് ഫോർ ദ 3rd year is equal to എന്ത് കണ്ടെത്തിയാൽ മതി? I is equal to PNR divided by 100 ചെയ്താൽ പോരെ. എന്താണ് PNR divided by 100 എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ 3rd year എത്ര വർഷം കഴിയുമ്പോൾ? 3rd year 3ാമത്തെ വർഷം അവസാനിക്കുന്ന സമയത്ത് ദിയയുടെ അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ഉണ്ടാവും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എമൗണ്ട് ആഫ്റ്റർ, ഇവിടെ നിങ്ങൾ എഴുതി വെക്കണം, എമൗണ്ട് ആഫ്റ്റർ 3 year is equal to P എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇപ്പം ദിയയുടെ അക്കൗണ്ടിൽ എമൗണ്ട് എത്രയാണ്? 4680 ഇൻറ്റു എത്ര വർഷമാണ് ദിയയുടെ? ഈ ഒരു വർഷം. അപ്പോൾ 1 ഇൻറ്റു എത്ര പെർസെൻറ്റേജ് തന്നെയാണ് ബാങ്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്? സെയിം ഇൻട്രസ്റ്റ് എത്രയാണ്? 10% ആണ്. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ നമ്മുടെ 100. നമുക്കറിയാം 100 എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. നീ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിനൊക്കെ മക്കളെ ക്യാൻസൽ ചെയ്യാം. 0 ക്യാൻസൽ ചെയ്തു, ഇവിടുന്ന് 0 ക്യാൻസൽ ചെയ്തു. ബാക്കി എത്രയുള്ളത്? 468 rupees ആണല്ലോ. ഈ 468 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കണ്ടുപിടിച്ച് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, ഇൻട്രസ്റ്റ് മാത്രമാണ്. ദിയക്ക് 3rd year കഴിയുന്ന സമയത്ത് ദിയക്ക്, അതായത് 4680 rupees ആയിരുന്നു ദിയയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് 3rd year സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. കാരണം എന്താ സംഭവിച്ചത്? ഫസ്റ്റ് ദിയയുടെ അക്കൗണ്ടിൽ 9680 rupees ഉണ്ടായിരുന്നു. എപ്പോൾ? 2 വർഷം കഴിഞ്ഞ സമയത്ത്. അപ്പോൾ ദിയ എന്ത് ചെയ്തു? 2 വർഷം കഴിഞ്ഞ സമയത്ത് ഒരു 5000 rupees വിഡ്രോ ചെയ്തു, പിൻവലിച്ചു. അപ്പോൾ ദിയയുടെ അക്കൗണ്ടിൽ എത്രയായി? 4680 rupees ആയി. പിന്നെ ബാങ്ക് ദിയക്ക് ഈ എമൗണ്ടിലുള്ള എന്ത് കൊടുക്കുവോ? ഇൻട്രസ്റ്റ് കൊടുക്കുവോ? ഇല്ല. അത് ബാങ്കിന് നഷ്ടമാണ്. എത്രയാണോ പൈസ അക്കൗണ്ടിലുള്ളത് ആ അക്കൗണ്ടിലുള്ള ക്യാഷിനുള്ള എന്താണ്? ഇൻട്രസ്റ്റ് ആണ് ദിയക്ക് ആര് കൊടുക്കുള്ളൂ? ബാങ്ക് നൽകുള്ളൂ. അത് ബാങ്ക് ചെയ്ത് ഈ പ്രവർത്തനമായിരിക്കും അവിടെ നടക്കുക അല്ലേ? എന്താണ്? ഈ 4680യുടെ എന്ത് കണ്ടെത്തി? നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. I is equal to PNR divided by 100. P പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് ദിയ അടയ്ക്കുന്ന പൈസ, N is equal number of years, R is equal to rate of interest. So
ഇൻറ്റു ചെയ്തു 4680 ഇൻറ്റു 1 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 100 0 ക്യാൻസൽ ചെയ്തു. ബാക്കി ആര് മാത്രമായി 468 റുപ്പീസാണ് ദിയക്ക് കിട്ടുന്ന എമൗണ്ട്. അങ്ങനെയാണെങ്കിൽ 3 ഇയർ കഴിയുന്ന സമയത്ത് ദിയൻ്റെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടാവും എന്ന് എന്ത് ചെയ്താൽ മതി, ഈ എമൗണ്ടിനോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൂട്ടി കൊടുത്താൽ പോരെ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, 4680 പ്ലസ് 468 ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ കിട്ടുന്ന എമൗണ്ട് 5148 എന്നായിരിക്കും കിട്ടുക. ഇപ്പോൾ മക്കളെ ദിയക്ക് 3 വർഷം കഴിഞ്ഞാൽ കിട്ടുന്ന തുക എമൗണ്ട് ആഫ്റ്റർ 3 ഇയേഴ്സ് കൊടുക്കണം. എമൗണ്ട് ആഫ്റ്റർ 3 ഇയേഴ്സ് 3 വർഷം കഴിഞ്ഞാൽ ദിയക്ക് കിട്ടുന്ന എമൗണ്ട് എന്താണ്, 5148 ആണ്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, ദിയ എന്ന് പറഞ്ഞ ഒരു കുട്ടി എന്ത് ചെയ്യാണ്, ബാങ്കിലേക്ക് 8000 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. 2 വർഷത്തേക്കാണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പം ബാങ്ക് ദിയക്ക് നൽകുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണ്. ഇപ്പോൾ ആര് ബാങ്കിലേക്ക് അടയ്ക്കുകയാണെങ്കിലും ബാങ്ക് നമുക്കൊരു ഇൻട്രസ്റ്റ് തരും. ഓക്കെ, ദിയക്ക് 10% ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചു, ദിയക്ക് 2 വർഷത്തേക്ക് ബാങ്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയായിരിക്കും, ദിയയുടെ എമൗണ്ട് പ്ലസ് ഇസ് ഈക്വൽ ടു 9680. ഓക്കെ, ഇതിൽ ദിയൻ്റെ എമൗണ്ടും ഉണ്ട്, പിന്നെ എന്തുണ്ട്, ദിയക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഉണ്ട്. അതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 9680 കിട്ടി 2 വർഷത്തേക്ക്. 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്. ദിയ ഒരു 5000 റുപ്പീസ് വിഡ്രോ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ദിയ ഒരു 5000 റുപ്പീസ് വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു എമൗണ്ട് നിന്നല്ലേ വിഡ്രോ ചെയ്യുക ആണ്. അപ്പോൾ ദിയ വിഡ്രോ ചെയ്തപ്പോൾ ദിയയുടെ അക്കൗണ്ടിൽ പിന്നെ എത്ര ബാക്കിയുള്ള ബാലൻസ് ഉള്ളത്, 4680 റുപ്പീസാണ് ബാലൻസ് ഉള്ളത്. റെഡി ആണല്ലോ മക്കളെ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ എന്താ സംഭവിക്കുക, ഈ ഒരു എമൗണ്ടിനുള്ള ഇൻട്രസ്റ്റ് അല്ലേ ബാങ്ക് കൊടുക്കുള്ളൂ. അതെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാണ്, നമ്മൾ ആ ഒരു എമൗണ്ടിനുള്ള ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു, 468 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഇൻട്രസ്റ്റ് ആണ്. ആ ഇൻട്രസ്റ്റ് പ്ലസ് എന്തായിരുന്നു, ദിയയുടെ എമൗണ്ട് 4680 ആയിരുന്നു. അത് പ്ലസ് ചെയ്ത് കൊടുത്തപ്പോൾ ആഫ്റ്റർ 3 ഇയേഴ്സ് എന്ത് സംഭവിച്ചു, ദിയയുടെ അക്കൗണ്ടിലുള്ള എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5148 ആയിരുന്നു. ഓക്കെ ആണല്ലോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മണി മാത്സിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ സെഷനിലെ അനദർ മെഷേഴ്സിലെ 2 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ആണല്ലോ. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് വീണ്ടും പേപ്പറിൽ ഒന്നുകൂടി എന്ത് ചെയ്യുക, നന്നായിട്ട് ചെയ്യുക. 2 or 3 പ്രാവശ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിലൊരു 3rd ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുകയാണ്, നിങ്ങൾ ഹോംവർക്കായിട്ട് എന്ത് ചെയ്യുക, ചെയ്യാം. ഓക്കെ ആണല്ലോ. എന്നിട്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ സാറ് PDF വഴി ക്ലാസ് ഗ്രൂപ്പുകളിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.